ഹലോ ഗൈസ്, ഇന്ന് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോയ പുറത്തേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കടയിൽ പോവുക, സാധനം ഓർഡർ ചെയ്യുക, സ്കൂളിൽ അറ്റൻഡൻസ് വിളിക്കുന്ന പോലെ പേര് വിളിക്കും, സാധനം പോയിട്ട് കളക്ട് ചെയ്യുക. അങ്ങനത്തെ ഒരു ഷോപ്പാട്ടോ ഈറ്റി. അവിടെ ഓർഡറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു അറ്റൻഡൻസ് എന്നിട്ട് അറ്റൻഡൻസ് ഒക്കെ വിളിക്കും കേട്ടോ. പിന്നെ അവരെ മെനു വരുന്നത് ഇങ്ങനെ സ്കാൻ ചെയ്താൽ മതി. ഇഷ്ടമുള്ള മെനു ഓർഡർ ചെയ്യുക. ഞങ്ങൾ 140 ഒരു ഫ്രഞ്ച് ഫ്രൈസ്, ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസാണ് ഓർഡർ ചെയ്തത്. 140 രൂപക്ക് അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ. എന്തോ ഒരാൾക്കാർ അവിടെ കണ്ടമാനം ആൾക്കാർ വരുന്നത്. ഞങ്ങൾ പോയത് തന്നെ രാത്രി 10:30 നേരത്തൊക്കെ തന്നെ. അപ്പം തന്നെ ഓർഡർ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് എന്ന് പറയുക അവർ. എന്നാലും ഒരു അരമണിക്കൂർ പിടിക്കും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ആ ടൈം ഞങ്ങൾ അവിടെ നിന്ന് എനിച്ച് പോരാൻ വെച്ചത് ബോറടിച്ചിട്ട്. പക്ഷേ എനിച്ച് പോരാണെങ്കിൽ മക്കളെ അത് ഞങ്ങൾക്ക് നഷ്ടമായേനെ. അത്രയും അടിപൊളി ലോഡൽ ഫ്രൈസ് എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. ആരെങ്കിലും ആ റൂട്ട് മുകുദാർ ബീച്ച് റൂട്ട് പോവുകയാണെങ്കിൽ മുകുദാർ ബീച്ചിൽ നിന്ന് കുറച്ചങ്ങോട്ട് ടേൺ ആയാൽ മതി നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ. അടിപൊളി സാധനം മക്കൾ. അതൊക്കെ മിക്സ് ചെയ്ത് ഞങ്ങൾ ഫുള്ള് മിക്സ് ചെയ്ത് പിന്നെയും മയോണൈസൊക്കെ ഒഴിച്ചാൽ ഇതൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചു. അടിപൊളി സാധനം. അങ്ങനെ കഴിച്ച് വേറെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ സൗത്ത് ബീച്ചിലേക്ക് വിട്ട് സൗത്ത് ബീച്ചിൽ കുറച്ച് നേരമൊക്കെ നടന്നിട്ട് പിന്നെ സ്വാഭാവികം സൗത്ത് ബീച്ചിൽ പോയി നമ്മൾ കോളിഫ്ലവർ മേടിക്കും. ആ ചെക്കൻ ഞങ്ങളെ പറ്റിച്ചു. 100 രൂപക്ക് ഒരെണ്ണത്തിന് 100 രൂപ, ഒരെണ്ണം എടുത്താൽ ഫ്രീ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 50 ഞങ്ങൾ പൊട്ടന്മാരേൽ വീഴുകയും ചെയ്ത്. കുഴപ്പമില്ല, ഓനക്കൊരു ബിസിനസ്. അങ്ങനെ ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങ മേടിച്ചിട്ടോ. ഇവിടെ ഇത്ര അധികം കണ്ടമാനം ഉപ്പിലിട്ട സാധനം ഉണ്ടെങ്കിലും ഞാൻ സ്ഥിരം അശീനായിട്ട് പോവുകയാണെങ്കിലും സ്ഥിരം മേടിക്കുന്ന സാധനമാണ് ഉപ്പിലിട്ട ഈ മാങ്ങ. ഇതല്ലാണ്ട് വേറെ ഒന്നും ഞാൻ മേടിക്കില്ല ഗൈസ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് നേരെ എൻച്ചായി പോയിട്ട് ഒരു അവിൽ മുൽക്കും കുടിച്ച്. ഞാൻ കുടിച്ചില്ലേ.